ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് FC ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയത്. ഒരു ഗോൾ ആദ്യം ബാഴ്സലോണ വഴങ്ങുന്നു, പിന്നീട് 3 ഗോളുകളാണ് അവർ തിരിച്ചടിച്ചത്. റാഫീഞ്ഞ, ഡാനി ഓൽമോ, ഫെറാൻ ടോറസ് എന്നിവരാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. റാഫീഞ്ഞയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. മികച്ച രൂപത്തിലാണ് ഈ മത്സരത്തിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇങ്ങനെയാണ്: ഒരു ഗോൾ റാഫീഞ്ഞ നേടി, 3 കീ പാസുകൾ, 76% അക്യുറേറ്റ് പാസ് വരുന്നത്, 4 ഷോട്ടുകൾ, 43 ടച്ചുകൾ, 2 ഡ്രിബിളുകൾ നടത്തിയപ്പോൾ 2 സക്സസ് ആയി, 3 റിക്കവറികൾ, 5 ഗ്രൗണ്ട് ഡുവലുകളിൽ 4 വോൺ ചെയ്യാൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നല്ല രൂപത്തിലാണ് അദ്ദേഹം ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് FC ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് റാഫീഞ്ഞ ടീമിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അത് വേറെ ലെവലാണ് എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റാഫീഞ്ഞ കളിക്കളത്തിൽ ഉണ്ടാകുമ്പോൾ ടീമിൻ്റെ ഇൻറ്റൻസിറ്റി അദ്ദേഹം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹം ഉണ്ടാകുമ്പോൾ എല്ലാവരെയും അദ്ദേഹം സ്വാധീനിക്കുന്നുണ്ട്. ടീമിൽ അദ്ദേഹം വരുത്തുന്ന എഫക്റ്റ് അത് അമേസിംഗ് ആണ്. അത് ടീമിന് ഏറെ ഗുണം ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ റാഫീഞ്ഞയെക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് റാഫീഞ്ഞ ഇപ്പോൾ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി പുറത്തെടുക്കുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ബാഴ്സലോണയുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ റയൽ ബെറ്റിസ് ആണ് അവരുടെ എതിരാളികൾ. ഡിസംബർ 6-ാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.